വലിയ തോതിൽ ഒരു ഭരണവിരുദ്ധ വികാരം തമിഴ്നാട്ടിലില്ല എന്നതാണ് പൊതുവെ അവിടുത്തെ ആളുകൾ, രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ എടുത്തു പറയുന്നൊരു കാര്യം. വലിയ തോതിലുള്ളൊരു ഭരണവികാരം ഇല്ല. എന്താണ് പിന്നീട് ഈ വിരുദ്ധ വികാരത്തിന് അപ്പുറത്തേക്ക് കാര്യങ്ങളെ തീരുമാനിക്കുന്നതെന്നാണ് തമിഴ്നാട് തെരഞ്ഞെടുപ്പ് ഉറ്റുനോക്കുന്നത്. അപ്പോൾ ADMK സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഒരു പ്രധാന കാര്യം ADMKക്ക് അവർക്ക് ജയലളിതയുടെ മരണത്തിന് ശേഷം സംഭവിച്ച ചില പാളിച്ചകളാണ്. അവിടെ വിജയ്ക്ക് അത് ഗുണകരമാകുമോ എന്ന് ചിലരൊക്കെ തന്നെ സംശയിക്കുന്നുണ്ട്. കാരണം ADMKക്ക് നഷ്ടമായൊരു പ്രതാപം ADMK അനുകൂലരായ വോട്ടർമാരെ ആ പാർട്ടി വിടാൻ പ്രേരിപ്പിക്കുമോ, അല്ലെങ്കിൽ മാറി വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുമോ എന്ന ചോദ്യം അവിടെ ഉയരുകയാണ്. അപ്പോൾ DMKക്ക് നേരത്തെ പല ആളുകളും പറഞ്ഞത് വിജയ് ഒരു സ്പോയിലറായിരിക്കും, DMKയുടെ വോട്ടുകളായിരിക്കും ഭിന്നിക്കുക എന്ന് പറഞ്ഞെടുത്തു നിന്ന് വിജയ് ഒരുപക്ഷെ AIDMKയുടെ വോട്ടുകൾ കൂടി ഭിന്നിച്ചേക്കാം. അതൊരു ഗുരുതരമായ വെല്ലുവിളി ഉയർത്തുന്നു എന്ന ഒരു കാഴ്ചപ്പാട് കൂടി അവിടെ വരികയാണ്. ഒരു രാഷ്ട്രീയ നിരീക്ഷണം കൂടി അങ്ങനെ വരികയാണ്. അപ്പോൾ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടി നേരിട്ട മുതൽ ADMKക്ക് തിരഞ്ഞെടുപ്പുകളെല്ലാം തിരിച്ചടിയാണ്. അതൊരു തിരിച്ചടികളുടെ ഒരു ചക്രത്തിൽ കുടുങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ പരാജയപ്പെട്ടു. 2019 24 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പുകളിലുമൊക്കെ തുടരെ പരാജയങ്ങൾ നേരിടേണ്ടി വന്നു എന്നത് നീണ്ടു നിൽക്കുന്ന ഒരു പരാജയ പരമ്പരയിലെ ഭാഗമാക്കുകയാണ് അവർ. അപ്പോൾ ഇതൊരു ഒരു പരാജയ സിൻഡ്രം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. ജയലളിതയുടെ കാലത്തിനു ശേഷം എടപ്പാടി പളനിസ്വാമിയും പന്നീർസെൽവവും തമ്മിലുള്ള ഈ ദീർഘകാല ആഭ്യന്തര അധികാര പോരാട്ടം നടന്നു. അപ്പോൾ അത് ഈ തകർച്ചയെ കൂടുതൽ വഷളാക്കുന്നു എന്നാണ് നമുക്ക് ആദ്യഘട്ടങ്ങളിൽ വ്യക്തമായത്. ജയലളിതയുടെ കാലഘട്ടത്തിന് ശേഷം പാർട്ടിയുടെ സംഘടനാപരമായ ഐക്യം ദുർബലപ്പെട്ടു. അപ്പോൾ ഒരു ഏകീകൃത രാഷ്ട്രീയ മുന്നണി എന്ന തരത്തിലേക്ക് ഈ ADMK അവതരിപ്പിക്കാനുള്ള ഒരു കഴിവ് അപ്പോൾ ഇല്ലാതായി എന്ന് പറയാം. ഇപ്പോൾ പാർട്ടിയിലുണ്ടായ ആ ഭിന്നിപ്പ്, ആ തർക്കങ്ങൾ, അതോടെ തുടർന്നുള്ള കലപിലകൾ, പരസ്പരം പുറത്താക്കലുകൾ, ഇതെല്ലാം പാർട്ടിയെ വലിയ തോതിൽ ബാധിച്ചു, പാർട്ടിയുടെ അടിത്തറയെ തന്നെ ഇളക്കി എന്നതാണ്. അത് യുവ വോട്ടർമാരിൽ നിരാശയുണ്ടാക്കി. അങ്ങനെ അവരിൽ ചിലർക്കൊക്കെ ഈ മാറി മാറി വരുന്ന ഈ ദ്രാവിഡ രാഷ്ട്രീയ യുദ്ധത്തിൽ നിന്ന് മാറണം എന്ന ഒരു നിലപാട് വന്നു എന്ന് കരുതുന്നവരുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു ബദൽ പലരും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരം മറ്റൊരു കടന്നുവരവ് നടത്തുന്നത്. അപ്പോൾ വിജയ് അങ്ങനെ ഒരു കടന്നുവരവ് നടത്തുമ്പോൾ അത് എന്ത് ചലനമുണ്ടാക്കും എന്നാണ് ആളുകൾ ഉറ്റുനോക്കുന്നത്. TVKയുടെ ആവിർഭാവം ആളുകളെ ഏത് തരത്തിൽ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുമെന്ന തെരഞ്ഞെടുപ്പിൽ വളരെ നിർണായകമായ ഒരു കാര്യമാണ്. 2016 ADMKയുടെ കരിസ്മാറ്റിക് നേതാവായിരുന്നു ജയലളിതയുടെ മരണശേഷം ADMK പലതരത്തിൽ ജനങ്ങളിൽ നിന്ന് അകന്നു എന്നാണ് തമിഴ്നാട്ടിലെ ഈ റിപ്പോർട്ടിങ്ങിനെത്തുന്ന നമ്മുടെ മാധ്യമപ്രവർത്തകർ വ്യക്തമാക്കുന്നത്. പരമ്പരാഗത വോട്ടുകളുടെ ഒരു പ്രധാന ഭാഗം ഇപ്പോൾ നിലനിർത്തുന്നുണ്ട് പാർട്ടി, എങ്കിലും അതും അതിൻ്റെ ആകർഷണതയുമൊക്കെ ഒരു ഘട്ടത്തിൽ കുറഞ്ഞു. കൂടുതൽ അത് ആകർഷണീയമാക്കാനോ അല്ലെങ്കിൽ പരമ്പരാഗത വോട്ട് ബേസ് വികസിപ്പിക്കാനോ അവർ കാര്യമായി ഒന്നും ചെയ്തില്ല. അതിനുവേണ്ടി അവർക്ക് വല്ലാതെ പാടുപെടേണ്ടി വരും ഈ തെരഞ്ഞെടുപ്പിൽ എന്നാണ്. അതുകൂടാതെ നീണ്ടു നിൽക്കുന്ന ഒരു നേതൃത്വ പോരാട്ടം അത് വിശ്വസ്തരായ പാർട്ടിയുടെ കേഡർമാരെ അവരെയെല്ലാം ആശങ്കയിലാക്കി, ദീർഘകാല പ്രവർത്തകരെ നിരാശയിലാക്കി. അപ്പോൾ അവിടെ ഈ മുഖ്യമന്ത്രിയായിരുന്ന ജയലളിതയുടെ ലഫ്റ്റനന്റ്മാരിൽ ഒരാളായ പന്നീർസെൽവത്തെ പാർട്ടിയുടെ ഏക നേതാവായി ഉയർത്തിക്കൊണ്ടുവരാൻ ചില ആലോചനകൾ, വേണമെങ്കിൽ ഗൂഢാലോചനകൾ എന്ന് പറയാം, അതൊക്കെ നടന്നു. അതാണ് വലിയ അധികാര പോരാട്ടത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത്. പിന്നീട് എടപ്പാടി പളനിസ്വാമിയുടെ ഒടുവിലെ തന്ത്രപരമായ ഇടപെടലിലൂടെയാണ് അതിനെ മറികടക്കുന്നത്. പക്ഷേ അതുകൊണ്ട് മാത്രം പാർട്ടിയുടെ അടിത്തറ വ്യക്തമായി എന്ന് പറയാനാവില്ല. പന്നീർസെൽവത്തിൻ്റെ പുറത്താക്കലിനെ തുടർന്ന് പന്നീർസെൽവത്തെ അവിടെ നിന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നുണ്ട്. അതോടുകൂടി പാർട്ടിക്കകത്ത് ചില വിള്ളലുകൾ ഉണ്ടായി എന്നതുകൂടി അംഗീകരിക്കപ്പെടേണ്ടതാണ്. തുടർന്ന് DMKയുമായുള്ള അദ്ദേഹത്തിൻ്റെ സഖ്യം കൂടി വരുമ്പോൾ അത് വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങളെ കൊണ്ട് എത്തിക്കുകയാണ്. തേനി ജില്ലയിലെ ബോഡിനായ്ക്കൂർണൂർ മണ്ഡലത്തിൽ നിന്നാണ് ഇപ്പോൾ അദ്ദേഹം മത്സരിക്കുന്നത് പന്നീർസെൽവം. അവിടെ ഒരു വിജയം ഉറപ്പാക്കാൻ അദ്ദേഹത്തിന് കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നവരുണ്ട്. അത് സ്വാഭാവികമായും ഏത് തരത്തിൽ ഉള്ള ഒരു മാറ്റമാണ് പന്നീർസെൽവത്തിൻ്റെ ഈ ചുവടുമാറ്റം തമിഴക രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുക എന്നത് ഒരു വലിയ
ചർച്ചാ വിഷയമായി അവിടെ നിൽക്കുകയാണ്. ഏതായാലും ഈ ആഭ്യന്തര കുഴപ്പങ്ങളും അതുപോലെ തെരഞ്ഞെടുപ്പ് പരാജയങ്ങളും ഉണ്ടായിട്ടും പാർട്ടിയുടെ വോട്ട് ശതമാനം അത് 27-30% വരെയുള്ള ആ ഒരു ബാലൻസ് നിലനിർത്താൻ അവർക്ക് കഴിഞ്ഞു എന്നത് തന്നെ ഒരു വലിയ അത്ഭുതമാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൽ അവിടെ നിന്ന് ഉയർന്നെഴുന്നേൽക്കാൻ ADMK കഴിയും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്ത സാധുവായ വോട്ടുകളിൽ ADMKയുടെ വിഹിതം ഏതാണ്ട് 1,53,955 എന്ന് പറയാം. ഏതാണ്ട് 1,54,00,000 വോട്ടുകൾ ആണ്. അപ്പോൾ ഏതാണ്ട് ഈ 1,54,00,000 വോട്ടുകൾ എന്ന് പറയുമ്പോൾ അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് 38%-ത്തിനടുത്തേക്ക് 33%-ത്തിലേക്ക് വരികയാണ്. DMKയുടെ വോട്ട് വിഹിതമാകട്ടെ അത് 1,74,00,000 അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് ഏതാണ്ട് 38% അല്ലെങ്കിൽ 37.7% എന്ന് വളരെ സ്പഷ്ടമായി നമുക്ക് പറയാം. അപ്പോൾ അത് ഈ രണ്ട് പാർട്ടികൾ തന്നെയാണ് അവിടെ കൂടുതൽ വോട്ടർമാർ, അവർക്കാണ് പിന്തുണ. അപ്പോൾ ഈ രണ്ട് പാർട്ടികൾ കൂടി നേടിയ ടോട്ടൽ വോട്ട് നോക്കുകയാണെങ്കിൽ അത് 4.23 കോടി എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏതാണ്ട് 73% ഈ പോളിംഗ് ലഭിച്ചിരിക്കുന്നത് രണ്ട് പാർട്ടികൾക്ക് തന്നെയാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ DMKയുടെ വിഹിതം 47% ഉയർന്നു എന്നതുകൂടി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം. അതേസമയം അവിടെ BJPയുമായി ഒരു സഖ്യം ADMK ഒഴിവാക്കുന്നുണ്ട്. അത് ADMKയ്ക്കും ഒരു തിരിച്ചടിയായി. അതോടുകൂടി അവരുടെ വോട്ട് ശതമാനം ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 22.6% കുറഞ്ഞു. അതാണ് ഒരു വലിയ തിരിച്ചടി എന്ന തരത്തിൽ അവരെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത്. അപ്പോൾ രണ്ട് പാർട്ടികളും ചേർന്ന് എന്തായാലും അവിടെ ഈ 70%-ഓളം വോട്ട് വിഹിതം തമിഴ്നാട്ടിൽ അവരുടെ രണ്ട് പാർട്ടികളുടെ കൈകളിലായാണ് ഉള്ളത് എന്ന്, അല്ലെങ്കിൽ അങ്ങനെ അവർ നിലനിർത്തുന്നു എന്നതാണ് ഇവിടുത്തെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. അപ്പോൾ ശക്തമായ ഒരു കോർ വോട്ട് അടിത്തറ ഈ രണ്ട് പാർട്ടികൾക്കും ഉണ്ട് എന്ന് സമ്മതിക്കേണ്ടി വരും. ADMKയ്ക്ക് അടിത്തറയിൽ വലിയ ഇളക്കം തട്ടിയിട്ടുണ്ടെങ്കിലും അവർക്ക് 27%-ഓളം വോട്ടുകൾ ഇപ്പോഴും അവരുടെ കയ്യിൽ ഉണ്ട് എന്നതും അതിന് മുകളിലേക്കുള്ള കാര്യങ്ങൾ മാത്രം അവർ പരിശോധിച്ചാൽ മതി എന്നതുമാണ് ഈ തെരഞ്ഞെടുപ്പിലെ അവരെ കരുത്തരാക്കുന്നത്. ഇത്തവണ മുന്നണി വിപുലീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അറിയാം ഇത്തവണ BJP മുന്നണിയിലേക്കുണ്ട്. 27 സീറ്റുകളിൽ BJP മത്സരിക്കുന്നു. PMK പാട്ടാളി മക്കൾ കക്ഷി അൻപുമണി രാമദാസിൻ്റെ 18 സീറ്റുകളിൽ മത്സരിക്കുന്നു. ഒപ്പം AMMK 11 സീറ്റുകളിൽ TTV ദിനകരൻ്റെ പാർട്ടി 11 സീറ്റുകളിൽ അവിടെ മത്സരിക്കുന്നു. തമിഴ് മാനില കോൺഗ്രസ് മൂപ്പനാർ വിഭാഗം 5 സീറ്റുകളിൽ മത്സരിക്കുന്നു. IJKയ്ക്ക് 2 സീറ്റും TMMKയ്ക്ക് 1 സീറ്റും പുരക്ഷി ഭാരതത്തിന് 1 സീറ്റുമാണ് മുന്നണിയിൽ നൽകിയിട്ടുള്ളത്. അതേസമയം DMKയുടെ മുന്നണി കുറെ കൂടി വിപുലമാണ്. അതിൽ SDPI ഉണ്ട്, മുസ്ലിം ലീഗ് ഉണ്ട്, MMP ഉണ്ട്, MJK ഉണ്ട്, MMK ഉണ്ട്, CPI ഉണ്ട്, CPM ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വളരെ വിപുലമായി നോക്കുമ്പോൾ വലിയ ഒരു മുന്നണി എന്ന നിലയിൽ മുന്നണി വിപുലീകരിക്കാൻ DMKയ്ക്ക് കഴിയുന്നു എന്നതാണ് അവരുടെ ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടുന്ന ഒരു വലിയ മേൽക്കൈ. ഏതായാലും 1991 തെരഞ്ഞെടുപ്പിൽ DMK അപമാനകരമായ ഒരു പരാജയം നേരിട്ടു. അപ്പോഴും DMKയ്ക്ക് 29% വോട്ടുകൾ നിലനിർത്താൻ കഴിഞ്ഞു എന്നത് ശ്രദ്ധേയമാണ്. 1996 ജയലളിതയുടെ കീഴിൽ ഉള്ള ADMK പരാജയപ്പെട്ടപ്പോഴും അവർക്കും 27% വോട്ടുകൾ നിലനിർത്താൻ കഴിയും. അപ്പോൾ 27% വോട്ടുകൾ സ്വാഭാവികമായും രണ്ട് പാർട്ടികൾക്കും അവരുടെ ബേസ് വോട്ട് എന്ന നിലയിലുണ്ട്. അത് എത്ര താഴ്ന്നാലും അവിടേക്ക് അതപ്പതിക്കൂ. അതിന് മുകളിലേക്ക് ആണ് അവർക്ക് എന്തായാലും എത്ര ഉയർത്താൻ കഴിയും എന്നതാണ് ചോദ്യം. അപ്പോൾ ADMKയിൽ നിന്ന് വ്യത്യസ്തമായി DMKയ്ക്ക് ഇപ്പോൾ ഒരു ശക്തമായ മുന്നണി എന്ന നിലയിൽ അവർക്ക് നിൽക്കാൻ കഴിയുന്നുണ്ട്. കാരണം DMDK ഉണ്ട്, VCK ഉണ്ട്, CPI, CPM 2 സീറ്റുകളിൽ വീതമാണ് അവർ ജയിക്കുന്നതെങ്കിലും അവർ സംസ്ഥാനത്തുടനീളമുണ്ട്. അതുപോലെ MDMK ഉണ്ട്, KMDK ഉണ്ട്, IUML ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ട്, MMK ഉണ്ട്, MJK ഉണ്ട്, SDPI ഉണ്ട്, അതുപോലെ MMPയും ഒക്കെ ഇവിടെ മത്സരിക്കുന്നത്. MPMP ഒക്കെ 1 സീറ്റിലാണ് മത്സരിക്കുന്നത്, SDPI 1 സീറ്റിലാണ് ഇത്തവണ മത്സരിക്കുന്നത്, MJK 1 സീറ്റിലാണ് മത്സരിക്കുന്നത്, MMKയും 1 സീറ്റിലാണ് മത്സരിക്കുന്നത്. ഇതിൽ പല പാർട്ടികളും ഉദയസൂര്യൻ്റെ ചിഹ്നത്തിൽ തന്നെയാണ് മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ
അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു DMK സ്ഥാനാർത്ഥി എന്നൊരു പരിവേഷം കിട്ടുന്നു. അവർ ആ തെരഞ്ഞെടുപ്പിൽ DMKയുടെ ആ ഒരു വോട്ട് ബേസ് കൂടി ഉപയോഗപ്പെടുത്തി വിജയിച്ചു വരാം എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ തമിഴ്നാട്ടിലെ ഒരു വലിയ ചോദ്യം അവിടുത്തെ സ്ത്രീ വോട്ടർമാരെ സ്വാധീനിക്കാൻ ആർക്ക് കഴിയും എന്നതാണ് തമിഴ്നാട്ടിലെ ഏറ്റവും സുപ്രധാനമായ ഒരു ചോദ്യം. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ അവിടെ വളരെ വിപുലമായി നടന്നിരിക്കുന്നു എന്ന് നമുക്ക് അറിയാം. ആ വനിതാ വോട്ട് ബാങ്ക് പരമ്പരാഗതമായി ആർക്ക് കിട്ടുന്നു എന്ന ഒരു ചോദ്യം അവിടെ ഉണ്ട്. ആദ്യഘട്ടങ്ങളിൽ ജയലളിത വന്ന സമയത്തൊക്കെ ADMKക്ക് അത് കൂടുതൽ വനിതകൾ ADMKക്കൊപ്പമായിരുന്നു എന്നാണ് അന്നത്തെ നടത്തിയ ചില പഠനങ്ങളിൽ നിന്ന് വ്യക്തമായിട്ടുള്ളത്. അപ്പോൾ ഒരു പ്രധാന ഘടകം ഈ വനിതാ വോട്ടുകളാണ്. അത് ജയലളിതയ്ക്ക് ഒരു വലിയ തോതിൽ അവർക്കൊപ്പം നിൽത്താൻ കഴിഞ്ഞു. പക്ഷേ ജയലളിതയുടെ മരണശേഷം അത് ADMKയിൽ നിന്ന് മാറിപ്പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അത് തിരിച്ചു പിടിക്കാൻ DMK വലിയ നീക്കങ്ങൾ തമിഴ്നാട്ടിൽ നടത്തി. അതിൽ ഒന്നായിരുന്നു ഈ കലൈഞ്ചർ മകളിർ ഉറുമൈ തിട്ടം എന്ന് പറയുന്നത്. അപ്പോൾ കലൈഞ്ചർ മകളിർ ഉരിമൈ തിട്ടം എന്ന് പറയുന്നത് സ്ത്രീകളുടെ അവകാശവുമായി ബന്ധപ്പെട്ട അവരുടെ ആനുകൂല്യങ്ങളും ക്ഷേമ പദ്ധതികളുമൊക്കെ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു പദ്ധതിയാണ്. അതിലിപ്പോൾ ഒരു സമ്മർ ഓഫർ എന്ന നിലയിൽ 1000 രൂപ വെച്ച് പ്രതിമാസം സ്ത്രീകൾക്ക് നൽകിയിരുന്നത് ഒരു സമ്മർ ഓഫർ എന്ന നിലയിൽ ഇത്തവണ അവർക്ക് 5000 രൂപ വെച്ച് കിട്ടും. അത് 3 തവണത്തേത് മുൻകൂറായി കൊടുക്കും. 2000 രൂപ ഒരു സമ്മർ ഓഫർ എന്ന നിലയിൽ കിട്ടുന്നു. അപ്പോൾ സ്ത്രീകൾക്ക് സർക്കാരിൽ നിന്ന് നേരിട്ട് ഒരു സഹായം ഏതാണ്ട് 1000 കോടി രൂപ ചിലവാക്കിയാണ് വരുന്നത്. അപ്പോൾ ഗുണഭോക്താക്കൾക്ക് ആ പൈസ കിട്ടുന്നു എന്നതും ഒരു ഘടകമാണ്. രണ്ടാമത്തേത് ഈ വിടിയൽ പയനം എന്നത് സൗജന്യ ബസ് യാത്ര. ഇതൊക്കെ അവിടുത്തെ സാധാരണക്കാരായ ആളുകളെ, തമിഴ്നാട്ടിലെ സ്ത്രീകൾ വലിയ തോതിൽ തൊഴിൽശാലയിലേക്കൊക്കെ പോകുന്നവരാണെങ്കിലും ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നവരാണ്. അത്തരക്കാർക്ക് ഇത് ഒരു വലിയ നേട്ടമാണ്. കാരണം അവരുടെ ശമ്പളത്തിൽ അവർക്ക് ബസ്സിൽ യാത്ര ചെയ്യുന്നതിന് ഒരു 900 രൂപയോളം ലാഭിക്കാൻ കഴിയുന്നു. ഒപ്പം ഒരു 1000 രൂപ അവർക്ക് കയ്യിൽ കിട്ടുന്നു. സമ്മർ ഓഫർ പോലെയുള്ളത് ഒരു സഹായം ലഭിക്കുമ്പോൾ അത് 5000-ആയി ഉയരുന്നു എന്നത് സ്ത്രീ വോട്ടർമാരെ ആകർഷിക്കാൻ ഇത്തവണ അവർക്ക് കഴിയും എന്നതിൻ്റെ ഒരു സൂചനയായി കൂടി ചിലരൊക്കെ പറയുന്നുണ്ട്. ഏതായാലും സ്ത്രീകളുടെ ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്നതിന് വേണ്ടിയൊക്കെയുള്ള ശ്രമങ്ങൾ, അത് സ്റ്റാലിൻ്റെ വ്യക്തിപ്രഭാവം, അതുപോലെ ഈ ഭരണ സമീപനം ഒക്കെ ഒരു ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ്. ക്ഷേമാധിഷ്ഠിത നയങ്ങളിൽ സ്ത്രീ വോട്ടർമാരെ ആകർഷിക്കാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷയിലാണ് അവിടെ. അപ്പോൾ ദ്രാവിഡ പാർട്ടികളിൽ 6 പതിറ്റാണ്ടുകളായി നിൽക്കുന്ന ഈ ഒരു വിഷയം അത് മാറ്റാൻ കഴിയുമോ എന്ന ചോദ്യം അവിടെ വരികയാണ്. അതാണ് വിജയ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ആദ്യ വോട്ടർമാർ, കന്നി വോട്ടർമാർ, അത് ഏതാണ്ട് 1 കോടിയോളം ആളുകൾ ഇത്തരത്തിൽ പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ ചേർത്ത് നിർത്താൻ കഴിയുമോ എന്നതാണ് ഒരു വലിയ ചോദ്യം വിജയ്ക്ക് മുന്നിൽ വരുന്നത്. അത് ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കും എന്നാണ് ഈ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത്. ഇന്നത്തെ ഇലക്ഷൻ ചാനൽ ഇവിടെ സമാപിക്കുന്നു. നാളെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ കൂടുതൽ ചിത്രങ്ങളുമായി വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.